ചരിത്രങ്ങളിൽ മുഴുവനും കള്ളക്കഥകൾ എഴുതിപ്പിടിപ്പിച്ച് ഈ രാജ്യത്ത് തോളോട് തോളൊരുമ്മിക്കൊണ്ട് സമരം നടത്തിയിരുന്ന മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമുക്ക് ഇംഗ്ലീഷുകാരുണ്ട്. ബ്രിട്ടന്റെ വകയുള്ള ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു വർഗീയത. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടനും കൂടി 3 ത്രിമൂർത്തികൾ കൂടി ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് രൂപപ്പെടുത്തിയ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കണ്ടുപിടിച്ച നമ്പർ 1 ബുദ്ധിപരമായ അജണ്ടയാണ് മുസ്ലിമീങ്ങളെ ഒന്നാകെ കലാപകാരികളാക്കി മാറ്റുക. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, ആവേശത്തിന്റെ പേരില്, പെട്ടെന്നുള്ള വികാരത്തിന്റെ പേരില് കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു സമീപനം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുണ്ട്. 1000 വട്ടം 10 വട്ടം 100 വട്ടം ഒരു പ്രശ്നങ്ങളെ ചിന്തിച്ച് പ്രതിവിധി ആരാഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പ്രശ്നങ്ങളോട് പ്രതികരിക്കാവൂ എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരു നേതാവിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധം ആഗോള വ്യാപകമായി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണോ. ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നു. മുസൽമാൻ ഇവിടെ വളർന്നു കാണുന്നത് വാളിന്റെ തലപ്പ് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. എന്നാൽ നിങ്ങൾ അതിന് ഞാൻ മറുപടി പറയുന്നത് ബഹുമാനപ്പെട്ട മാർപ്പാപ്പ തിരുമേനിയോട്, അദ്ദേഹത്തിനോട് പറയുന്നത് 2001 മാർച്ച് മാസം 22-ാം തീയതിയില് കേരളത്തിൽ നിന്ന് മാർപ്പാപ്പയുടെ വർഗത്തിൽപ്പെട്ട കത്തോലിക്ക സഭയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന മലയാള മനോരമയിലെ സൺഡേ സപ്ലിമെന്റില് കോട്ടയം ജില്ലക്കാരനായ സാജു പി തോമസ് എന്ന് പറയുന്ന കത്തോലിക്കക്കാരനായ ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരന്റെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ സാജു പി തോമസ് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ എഴുതിയ ലേഖനം എന്താണെന്നറിയോ? നമ്മളാരും കൈക്കൂലി കൊടുത്താൽ മനോരമ ലേഖനം പ്രസിദ്ധീകരിക്കില്ല. ഉറപ്പാ. സിറാജല്ല, ചന്ദ്രികയല്ല, മാധ്യമല്ല, അത് മലയാള മനോരമയാണ്. മനോരമയുടേതായിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമേജ് ഉണ്ട്, അത് നമുക്കറിയാം. ഞാനതിനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ മലയാള മനോരമയിൽ സാജു പി തോമസ് എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലുള്ള ഒരു ക്രിസ്ത്യൻ നസറാനി, കത്തോലിക്കക്കാരനായിരിക്കുന്ന ക്രിസ്ത്യൻ സഹോദരൻ എഴുതുകയാണ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധത്തടവുകാരോട് നീതി പുലർത്തിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 2001 മലയാള മനോരമയിൽ മാർച്ച് മാസത്തിലെ സൺഡേ സപ്ലിമെന്റ് നോക്കുമ്പോ കാണുന്നു, ലോകം കണ്ടതിൽ വെച്ച് യുദ്ധത്തടവുകാരോട്, യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട തടവുകാരോട് ഏറ്റവും വലിയ നീതി പുലർത്തിയ മനുഷ്യ സ്നേഹി മുഹമ്മദ് നബിയാണെന്ന് യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ പറയുന്നു, അനുയായി പറയുന്നത് മനോരമ രേഖപ്പെടുത്തുന്നു. എന്താണ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കാരണമെന്നോ? വസൽ ഹുനൈനൻ വസൽ ബദ്റൻ വസൽ ഉഹുദാ അൻവാഅത ഇദിബിഹിയോ വൽഹത്ഫ കൈഫ ജറാ. കോട്ടയ മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധമാണല്ലോ ബദർ യുദ്ധം. സഹോദരന്മാരെ, ആദ്യത്തെ സ്വാതന്ത്ര്യ സമര യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ബദർ യുദ്ധം. യുദ്ധത്തിന്റെ വാൾത്തലപ്പിന്റെ മറവിലാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടായതെന്ന് ആധുനിക സർവേ പറയാതെ ചില ആളുകൾ പറയുമ്പോ ചരിത്രങ്ങളുടെ യഥാവിധി മുസ്ലിമീങ്ങളായ നമ്മൾ മനസ്സിലാക്കണോ. അതേ മലയാള മനോരമ പറയുന്നു, സാജു പി തോമസ് രേഖപ്പെടുത്തുന്നു, ലോകത്ത് യുദ്ധത്തടവില്ലെന്ന് പിടിച്ചെടുക്കപ്പെട്ട അനുയായികളോട് ഏറ്റവും വലിയ നീതി പുലർത്തിയ ഒരേ ഒരു നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങളാ ബദർ യുദ്ധം അങ്ങ് കഴിഞ്ഞു. ചരിത്രത്തിലേക്ക് ഞാൻ പോണില്ല. അതൊരു വല്ലാത്ത യുദ്ധമായിരുന്നു. ആ ബദർ യുദ്ധം അങ്ങ് കഴിഞ്ഞു അല്ലേ മോനെ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ബദർ യുദ്ധത്തിൽ എത്ര ആളാം കൊല്ലപ്പെട്ടത്?
70 ശത്രുക്കളും 14 മുസ്ലിങ്ങളും പ്ലസ് 84 ആളാകെ. യുദ്ധം നാട് കേൾക്കുമ്പോ എന്ത് മണ്ണാകട്ടാണോ എന്ന് വിചാരിച്ചു. നിങ്ങൾ കേൾക്കണോ? അമേരിക്ക ഇറാഖിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കഴിഞ്ഞ 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവിടെ കുഴിച്ചു മൂടിയത് 2.5 ലക്ഷം ജനങ്ങളെയാണ്. 1.5 ലക്ഷം പെണ്ണുങ്ങൾ വൃദ്ധകളാണ്, 3.5 ലക്ഷം കുട്ടികൾ യതീമക്കളാണ്. ഒറ്റക്കഥ. നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്കയുടെ രാസായുധ പ്രയോഗത്തിൽ ചത്തുവീണത് 1.25 ലക്ഷം ജനങ്ങളാണ്. 20 കൊല്ലം വരെ അവിടെ ജനിക്കുന്ന കുട്ടികൾ കൈകാലം ഒരടിച്ചുകൊണ്ടാണ് ജനിക്കപ്പെടുന്നത്. ഹിറ്റ്ലർ ചക്രവർത്തി എന്ന് പറയുന്ന ലോകത്തെ സ്വാധീനിച്ച നമ്പർ 1 ക്രൂരൻ 2.5 ലക്ഷം യഹൂദികളെയാണ് ഗ്ലാസ് ചേംബർ എന്ന പദത്തിലൂടെ ചുട്ടുകൊന്നത്. കുരിശുദ്ധങ്ങളിൽ മരിക്കപ്പെട്ടത് ലക്ഷങ്ങളാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ ചത്തുവീണതിന്റെ കല ശ്രീകൃഷ്ണ ഭഗവാന് പോലും അറിയില്ല. യുദ്ധങ്ങളുടെ നിജപ്പട്ടിക അതുപോലെ നീണ്ടു പോകുമ്പോ നിങ്ങൾക്കറിയണോ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് 40 വയസ്സ് മുതലാണ് നുബൂവത്ത് കിട്ടുന്നത്. 63 വയസ്സിൽ വഫാത്താകുന്നതിന്റെ ഇടയിലുള്ള പിരീഡ് 23 കൊല്ലമാണ് റസൂലുള്ളാഹിന്റെ ആയുഷ്കാലം നബിയായിട്ട്. ആ 23 കൊല്ലക്കാലത്തിന്റെ ഉള്ളില് അള്ളാഹുവിന്റെ റസൂല് പങ്കെടുത്ത് നടത്തിയ യുദ്ധക്കളങ്ങളില് 2 പക്ഷത്തുനിന്നും കൂടി ആകെ എത്ര ആള് മരിച്ചു എന്നറിയണോ? 1380 ആളാണ് മരിച്ചുപോയത്. കേട്ടോ, 40 വയസ്സ് മുതൽ റസൂലുള്ളാഹി വഫാത്താകുന്നത് വരെ 63 കൊല്ലം, 23 കൊല്ലം നുബുവത്തിന്റെ ശേഷം നബിതങ്ങളാകെ പങ്കെടുത്ത നടത്തിയ യുദ്ധങ്ങളിൽ മുശ്രിക്കീങ്ങളുടെ പക്ഷത്തുനിന്നും മുസ്ലിമീങ്ങളുടെ പക്ഷത്തുനിന്നും ആകെ മരിച്ചുപോയത് 1380. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കൊന്നത് എത്രയാണ്? 1.5 ലക്ഷം. അമേരിക്ക ഇറാഖിൽ കൊന്നത് എത്രയാണ്? 2.5 ലക്ഷം. നാഗസാക്കിയിലും ലോമ്പിട്ട് കൊന്നതെയാണ് ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോ ഇവനാണ് മുസ്ലിങ്ങളെ പറ്റി പറയുന്നത് ഭീകരവാദി. മന്ത് മറ്റേ കാലിലാണ് കുട്ടികളെ. മലയാള ഭാഷയിൽ പറഞ്ഞാൽ കണ്ണടച്ചിരുട്ടാക്കാണ്. അതാണ് പണ്ട് ഷുജായി മൈദ് മുസ്ലിയാര് പാടിപ്പോയത്. പകൽ കൺ അടച്ചാൽ ഇരുളമോ പൊട്ട, പന്തം പിടിച്ചാൽ ഫജ്റാമോ പൊട്ട, പൊട്ട നിമുൾത്തുള്ളി പിഞ്ചോര കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നോരു പൊട്ട. അമേരിക്കയുടെ കണ്ണടിച്ചിരുട്ടാക്കുന്നതിലാണ് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ, ലോകത്തുള്ള ഇതര സമുദായക്കാര്. അമേരിക്ക ഇവിടെ മാസ്മരിസം കളിക്കുകയാണ്, മാജിക് കളിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചറിയൂ, നിങ്ങൾ മന്ത് മറ്റേ കാലിലാണ്. റസൂലുള്ളാഹിന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെ ഇടയിൽ പങ്കെടുത്ത് നടത്തിയ യുദ്ധക്കളങ്ങളില് ആകെ 2 പക്ഷത്തുനിന്നും മരിച്ചുപോയത് 1382 ആളാണെങ്കിൽ അമേരിക്ക ഒരൊറ്റ ദിവസം കൊന്നൊടുക്കുന്നത് 10,000-ങ്ങളെയാണ്. അതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരത? അത് പറയാൻ ഇവിടെ മൂക്ക് കീപ്പട്ടുള്ള മനുഷ്യരുണ്ടോ? അതിനെ പ്രതികരിക്കാൻ, സാമ്രാജ്യത്വത്തിനെതിരെ തടങ്കടയിടാൻ ഇവിടെ ധൈര്യമുള്ള സംഘടനകളുണ്ടോ? മതമേലധ്യക്ഷന്മാരുണ്ടോ? വത്തിക്കാനിന്റെ വലിയ കസേരയിരിക്കുന്ന വിനീതനായ പോപ്പ് തിരുമേനി ഈ ചരിത്രമൊന്ന് വായിച്ചു നോക്കണമേ എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തോട് ഈ പ്രപഞ്ചത്തിന്റെ ഒരു എളിയ കോണിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വെച്ചത് സാജു പി തോമസ് മലയാള മനോരമയിൽ എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? ബദർ യുദ്ധം അങ്ങ് കഴിഞ്ഞു, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തുനിന്ന് 70 ആള് ചത്തു. മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് 13 ആള് ഓൺ ദി സ്പോട്ട് ബദറിൽ അപ്പൊ തന്നെ മരിച്ചു. ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വെട്ടുകൊണ്ട് കാല് മുറിഞ്ഞെങ്കിലും വഴിയിൽ വെച്ച് അദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തെ വഴിയിൽ വെച്ച് തന്നെ മറവടക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം 84 ആള് ബദർ യുദ്ധത്തിൽ മരിച്ചു, 2 പക്ഷത്തുനിന്ന്. പക്ഷേ 900 ചില്ലാനം ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ എതിർക്കാൻ ബദറിൽ വന്നിരുന്നു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ. മുഹമ്മദ് നബിയുടെ കൂടെ എത്ര ആളുണ്ടായിരുന്നത്? 313. അറിയാലോ, 313ഉം 950 കൂടി അങ്ങോട്ട് ഏറ്റുമുട്ടി എന്തുണ്ടാവുക? അതും 313ന്റെ കയ്യിലുള്ളത് ആകെ 7 വാള, 9 കുതിര, 3-4 വില്ല്, ബാക്കിയുള്ളവരൊക്കെ നിരായുധരായി.
രണ്ട് കൈയും നിവർത്തി പിടിച്ചിട്ടാ വരുന്നത്. അതും ഉടുതുണി ഉടുക്കാനില്ലാത്ത ആൾക്കാർ ബദർ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ബദറിൽ വന്നത് ഷർട്ട് ധരിക്കാതെയാ. ഷർട്ട് ധരിക്കാതെ വന്നത് ചൂട് കൂടിയതുകൊണ്ട് ഷർട്ട് ഊരി വെച്ച് കുടുംബത്തിട്ട് വന്നതല്ല. നമുക്ക് അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ ഈ വേനൽക്കാലം വരുമ്പോൾ ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ വെറുതെ സ്റ്റീൽ ബോഡി കാണിച്ചിറക്കാറുണ്ട്. അത് ചൂട് കൂടിയിട്ടാ. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധക്കളത്തിൽ ഷർട്ട് ധരിക്കാതെ വന്നത് അദ്ദേഹത്തിന് ഷർട്ടില്ല, തുണി മാത്രമേ ഉള്ളൂ. ആ നഗ്നത മറയ്ക്കുന്ന ഏക തുണിക്കഷ്ടവുമായി ബദറിൽ വന്ന ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പോലത്തെ അർദ്ധനഗ്നന്മാർ. ചില സഹാബത്തിന് ചെരുപ്പില്ല. അവര് മരുഭൂമിയിലൂടെ കാല് ചവിട്ടി ആ കാലിന്റെ അടിയിലുള്ള മണല് പഴുത്ത് തോല് ഉരുകി വലിച്ചിട്ടാണ് ബദറിൽ പങ്കെടുത്തിരിക്കുന്നത്. അങ്ങനത്തെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട സഹാബത്ത് 313 ഒരു ഭാഗത്ത്, കട്ടപ്പെട്ടുന്ന സാധുക്കൾ ഒരു ഭാഗത്ത്, 900 ചില്ലാനം വരുന്ന ആളുകള് ദിവസം 8ഉം 10ഉം ഒട്ടകങ്ങളെ അറുത്ത് കല്ലുകുടിച്ച് സ്ത്രീകളെ ഭോഗിച്ച് ആടി തിമർത്ത സർവായുധ വിഭൂഷിത സംഘം മറുഭാഗത്ത്. എന്നിട്ട് ബദർ യുദ്ധക്കളത്തിൽ യുദ്ധം നടന്നപ്പോ എന്തുണ്ടായി? 70 ആള് മുശ്രിക്കിന്റെ ഭാഗത്ത് നിന്ന് ചത്തു, 13 ആള് മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഓൺ ദി സ്പോട്ടിൽ ഷഹീദായി. മാത്രമല്ല, ആ യുദ്ധം നടന്ന സമയത്ത് മക്കക്കാഫിരീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് യുദ്ധക്കളത്തിൽ പങ്കെടുത്ത 100 ചില്ലാനം ആളുകളെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതാണ് സാജു പി തോമസ് മലയാള മനോരമയിൽ ലേഖനം എഴുതാനുണ്ടായ കാരണം. 100 ചില്ലാനം മുശ്രിക്കീങ്ങളെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. മോനെ കേൾക്കണം നിങ്ങൾ, ബദർ യുദ്ധം കഴിഞ്ഞപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ VIP കളുടെ കാഫിരീങ്ങളുടെ പട്ടികയിൽ ഒരാള് ഉഖബത്ത് ബിൻ